അങ്ങനെ നമുക്ക് കടൽ കടന്നതേ എത്തി. ഡിജെയുടെ കുഞ്ഞൻ ഡ്രോൺ ഫ്ലൈമോർ കോംബോ. അപ്പോൾ ഇതിൽ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കിടിലനൊരു അൺബോക്സിംഗ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതിലുള്ളത് എയർക്രാഫ്റ്റ്, 3 ബാറ്ററി, RC കൺട്രോളർ, പ്രൊപ്പലർ ഗാർഡ്, ടൈപ്പ് C കേബിള്, പിന്നെ ചാർജിങ് ഹബ്ബ്, സ്പെയർ പ്രൊപ്പലേഴ്സ്, സ്ക്രൂ ഡ്രൈവർ, മാനുവൽ. ഇത്രയാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് ഏതായാലും ബോക്സ് പൊട്ടിച്ച് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഏതായാലും അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് ഉള്ളിലത്തെ കണ്ടൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതായത് തന്നെ എന്താ നമ്മുടെ ചാർജിങ് യൂണിറ്റും പിന്നെ അതിൻ്റെ 3 ചാർജർ. ഇതിലൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചാർജ് ടു ആക്ടിവേറ്റ് ദ ബാറ്ററി ബിഫോർ യൂസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആക്രാന്തം പിടിച്ച് ആരും ഇത് ഡ്രോണിലോട്ട് എടുത്തിട്ടത് ചാർജിങ് ഫുള്ളാകണം. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് 2 കേബിൾസാണ്. ഒന്ന് ടൈപ്പ് C ടു ടൈപ്പ് C, പിന്നെ ഐഫോൺ ടു ടൈപ്പ് C. പിന്നെ ഇനി ബോക്സിലുള്ളത് നമുക്ക് നോക്കാം എന്താണ്. നമ്മുടെ RC കൺട്രോളർ. ഡിജെയുടെ ബിൽഡ് ക്വാളിറ്റി എല്ലാം വേറെ ആരും ഇല്ല. കിണ്ണം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ സംഭവം. ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം പറയാം. നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് ബോക്സ് കണ്ടന്റ് നോക്കാം. അപ്പോൾ ചാർജർ ഹബ്ബ് കഴിഞ്ഞു, RC കഴിഞ്ഞു. അടുത്തതാണ് എയർക്രാഫ്റ്റ് DJI Neo. ഒരു കുഞ്ഞു സാധനം, പവർഫുൾ ഐറ്റം. ആളത് കൈവെള്ളയിലിരിക്കും ഇങ്ങനെ. 135 ഗ്രാം മാത്രം വെയിറ്റ് ഉള്ള ഈ ചെക്കൻ ഇത് പൊളിയാണ്. 5 കിലോമീറ്റർ റേഞ്ചാണ് അതിൻ്റെ. സ്പീഡാണെങ്കിൽ 0 to 70 km/h. ഇത്ര ക്വാളിറ്റിയുള്ളൊരു വേറൊരു ഡ്രോൺ ഇല്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സംഭവത്തിലോട്ട് പോകാം. നമുക്ക് ബോക്സിൽ വേറെ എന്താ ഉള്ളത്? ഡിജെയുടെ മാനുവലുണ്ട്. മാനുവലിൽ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. അതെല്ലാ സ്ഥലത്തും ഒട്ടിച്ചൊക്കെ നോക്കാം. പിന്നെ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഡിജെയുടെ ഫ്ലൈ ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം ഫോണിൽ. എന്നിട്ട് വേണം ആക്ടിവേറ്റ് ചെയ്യാൻ. പിന്നെ ഇൻ ദ ബോക്സിൽ വന്നത് 2 പ്രൊപ്പല്ലേഴ്സ്, സ്ക്രൂ ഡ്രൈവർ. ഇത്രയാണ് ഇൻ ദ ബോക്സ് കണ്ടൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻ ദ ബോക്സ് കണ്ടൻസ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ DJI ഫ്ലൈമോർ കോംബോയിൽ ഒരു കുഴപ്പമുണ്ട്. ഇത് ക്യാരി ചെയ്യാനും കൊണ്ടു നടക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്യാരി ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിക്കണമായിരിക്കും. ഇത് DJI Neoക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കണ്ടൻസും ക്യാരി ചെയ്യാം. ഇപ്പോൾ ഡ്രോൺ ഇങ്ങനെ എടുത്ത് വെക്കാം, RC ഇങ്ങനെ വെക്കാം, പിന്നെ നമ്മുടെ ചാർജിങ് ഹബ്ബ് ഇങ്ങനെ വെക്കാം, പിന്നെ ബാക്കി പ്രൊപ്പലേഴ്സ്, സ്ക്രൂ ഡ്രൈവർ എല്ലാം ഇങ്ങനെ സേഫായിട്ട് നമുക്ക് കൊണ്ട് നടക്കാം. ബെറ്റർ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും സെറ്റായ ഒരു ഇതും. അപ്പോൾ ഇനിയിപ്പോൾ ചാർജിങ്ങിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു 30 വാട്ടെങ്കിലും മിനിമം ഉള്ളൊരു ചാർജർ ടൈപ്പ് C കേബിൾ വെച്ചാണ് ബാറ്ററി ചാർജ് ചെയ്യേണ്ടത്. ചാർജിങ് ഹബ്ബ് വെച്ച് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ബാറ്ററി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഡ്രോണിൽ ചെറിയൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. റിഫ്ലക്ടർ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ചാർജ് ചെയ്താൽ ഫുള്ളായിട്ട് അതിനകത്ത് നമുക്ക് ഡ്രോൺ ഒന്ന് പറത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ചാർജ് ഏതായാലും ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഒരേ ബാറ്ററി വൈസാണ് ചാർജ് ആവാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാർജായ ബാറ്ററി ഞാൻ യൂസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു സ്റ്റെപ്പും കൂടിയുണ്ട്. DJI ഫ്ലൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡ്രോൺ ആദ്യം ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഇതിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് മോഡ്സ് എല്ലാം ഓൺ ആവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കാൻ ഒരു സിംഗിൾ പ്രസ്, അപ്പോൾ ബാറ്ററി ബ്ലിങ്ക് ആകും. അത് കഴിഞ്ഞ് ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്യാൻ അപ്പോൾ ഓണാക്കാൻ പോവുകയാണ്.
ഓണായി. ഇതാണ് ആ വെൽക്കം സൗണ്ട്. ഇനി പല പല മോഡ്സിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഈ സ്വിച്ചിലാണ്. ഡ്രോണി, ഇതാണ് ഫോളോ മോഡ്. ഫോളോ മോഡിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോണ മോഡ് എടുത്ത് ഫോളോ ആണ്. ഇപ്പം ഫോളോ എടുത്തിട്ട് ലോങ് പ്രസ്. അപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ലാൻഡിങ്ങിന് വേണ്ടി കൈ കൊണ്ടൊന്ന് ഇങ്ങനെ വെച്ചാൽ മതി, കയ്യിൽ വന്ന് ലാൻഡ് ആവും.